ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് നല്ലൊരു ഹെയർ ബോ. ഞാൻ മുമ്പൊക്കെ കോട്ടൺ ഫ്രോക്കിന് ചെയ്തിരുന്ന ഹെയർ ബോ ആണ്. പക്ഷെ എനിക്ക് സെയിം കളർ ഹെയർ ബോ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു സാറ്റിൻ റിബണിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അധികം ഫാൻസിയാണ് ചെയ്യാറ്. അപ്പോൾ അതിലേക്ക് മാച്ചായിട്ടുള്ള ഹെയർ ബോ ആണ് ഇപ്പോൾ ചെയ്തെടുക്കൽ. അതൊരു ചെറിയ മാറ്റങ്ങളുണ്ട് എന്നുള്ളൂ അന്നത്തേനേക്കാളും. പിന്നെ നമ്മൾ ഒരു 4 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണിൽ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതൊരു 3 മീറ്റർ സാറ്റിൻ റിബൺ എടുക്കണം, എങ്കിലേ ഒരു ഹെയർ ബോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ സ്റ്റിച്ചിങ് ആണ്. ഇതൊരു സ്റ്റിച്ചിങ്ങൊന്നും ചെയ്യണ്ട. നമ്മൾ കയ്യിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ മെടഞ്ഞെടുക്കണ ഒരു മോഡൽ. നമ്മൾ മുടി മെടയണ ആ ഒരു രീതിയിലല്ല, എന്നാൽ കുറച്ചൊരു ഡിഫറെൻ്റായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാ കളറിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇത് പിങ്കിലും ബ്ലാക്കിലൊക്കെ ഈ ഒരു മോഡൽ ഒരുപാട് ഹെയർ ബോ റെഡിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇഷ്ടംപോലെ സാറ്റിൻ റിബണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മോഡലിൽ ചെയ്തെടുക്കണ ഹെയർ ബോ ആണിത്. നമുക്ക് ഏത് കളറും പ്ലെയിൻ ഹെയർ ബോ വാങ്ങിച്ചിട്ട് അതിൽ നമുക്ക് ഏത് കളറാണോ ഡ്രസ്സ് അതിന് മാച്ചായിട്ട് നമുക്ക് കളറാക്കി കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ എന്നാലൊരു വെറൈറ്റി ആണേനും സാധാ ഒരു ക്ലോത്ത് വെക്കണേക്കാളും ഒന്നും കൂടെ ട്രെൻഡി ആയിട്ടും സ്റ്റാൻഡേർഡായിട്ടൊക്കെ തോന്നും ചെയ്യും. അപ്പോൾ അതിനൊക്കെ പറ്റുന്നൊരു ടൈപ്പ് ഹെയർ ബോ ആണ്. ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ കോർത്ത് എടുത്ത് വന്നാൽ മതി. ഫസ്റ്റിലുള്ള ആ ഒരു കൺഫ്യൂഷനേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തങ്ങനെ പോകുമ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുവിധം പരിപാടി അറിയാത്തവർക്കൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പിലുള്ള മെഡലുണ്ട് കേട്ടോ. ഈ ഒരു സാറ്റിൻ റിബണിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എനിക്ക് എല്ലാവർക്കും വേഗം കാണിച്ചു കൊടുത്താൽ മനസ്സിലാവണ ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ഏതായാലും ഒന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയെന്നുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാനൊരു സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ മിനി ഫ്രോക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ അതിൻ്റെ വേറെ മോഡൽസാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് എനിക്ക് ഏറ്റവും ഒരു സിമ്പിളായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നത്. ആർക്കും കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്തെടുക്കുക ആ ഒരു ഈസി മിനി ഫ്രോക്ക്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം ഇതും ഒരു വെറൈറ്റിയാണ്, പക്ഷെ എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റും. അതും കൂടെ ഉണ്ട്, ഒരു ഈസിയാണ്. എന്നാൽ സ്റ്റാൻഡേർഡായിട്ട് നമുക്കൊരു ഹെയർ ബോ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യണേക്കാളും ഒന്നും കൂടെ സ്റ്റാൻഡേർഡായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ബോകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ കളേഴ്സിലും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ബ്ലാക്കൊക്കെയാണ് ഹെയർ ബോ ചെയ്തെടുക്കുന്നത്. ബ്ലാക്ക് തന്നെ ഹെയർ ബോ കൂടെ വാങ്ങാം. വൈറ്റിൽമേ നമുക്ക് പിങ്ക്, അതുപോലെ യെല്ലോ, വൈറ്റിൽ, അതുപോലെ ലൈറ്റ് കളേഴ്സൊക്കെ നമുക്ക് വൈറ്റ് ഹെയർ ബോ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു പ്ലെയിൻ ഹെയർ ബോളിലാണ് ഗമ്മ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ഏതൊക്കെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ഇത് മാത്രം വെച്ചുകൊണ്ട് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ രണ്ടിൻ്റെയും ഫോട്ടോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഭംഗിയാണ്. പ്ലെയിനായിട്ടും ഈ ഹെയർ ബോ യൂസ് ചെയ്യാം. നമുക്കൊരു ഫ്ലവർ അറ്റാച്ച് ചെയ്തുകൊണ്ടും ബോ അറ്റാച്ച് ചെയ്തുകൊണ്ടും കൂടെ അങ്ങനെ നമുക്ക് ഈ ഒരു ഹെയർ ബോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മടയിൽ കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അവിടെ നമ്മൾ എന്താ പറയുക ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ സെറ്റായി കിടക്കും. പിന്നെ അതിൽ നിന്ന് അത് പോരൂല. നമുക്ക് കറക്റ്റ് ഒരു ഹെയർ ബോൻ്റെ അളവിനനുസരിച്ച് വെച്ചിട്ട് തുന്നിയെടുക്കാൻ ഒരു 3 മീറ്റർ
പിന്നെ സാറ്റിൻ റിബൺ വേണം. ആ 3 മീറ്ററിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ഈ മോഡൽ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റ പീസിൽ തന്നെ ഇത് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതാ മുടഞ്ഞതൊക്കെ ഊരി പോരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, അറിഞ്ഞാൽ ആ ഒരു അളവ് ഞാൻ കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ആ ഒരു കറക്റ്റ് 3 മീറ്റർ എടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ബോമക്ക് ഒരു ചെറിയൊരു ഭാഗം ഏറെ വരുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ഹെയർ ബോ ക്ലീനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിമൊക്കൊരു ഫ്ലവറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ കാണിക്കുന്നു. ഫ്ലവർ ഇല്ലാതെ തന്നെ ഇപ്പോൾ ഈ ബോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ഭംഗിയിൽ. ഇടയ്ക്കൊരു പാകമുള്ള വലിപ്പമുണ്ട്, എന്നാൽ നല്ല ഭംഗിയുണ്ടാവും ഒരു മടിഞ്ഞ് കാണാൻ. ഇതിൻ്റെ 3-4 ടൈപ്പ് മെഡലുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണണം. അതുവരേക്കും എല്ലാവരോടും ബൈ.